മോർണിംഗ്. എൻ്റെ പേര് അൻവിക മഹേഷ്. ഞാൻ പഠിക്കുന്ന 3ാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്ന് പേപ്പർ ബോക്സാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ചാർട്ട് പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക, കറക്റ്റ് ലൈനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ തുറക്കും. നമുക്ക് സെൻറ്ററിലായിട്ടൊരു വര കിട്ടും. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ക്യൂബോയിഡ് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ ക്യൂബോയിഡ് ഷേപ്പിൽ ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ബുക്കിൻ്റെ ഷേപ്പിലായി എടുത്ത് കൊടുക്കുക. ബുക്കിൻ്റെ ഷേപ്പ് എടുക്കുക, ചെറിയൊരു ബുക്കിൻ്റെ ഷേപ്പ്. എന്നിട്ട് നമ്മൾ ഇത് തുറക്കുമ്പോൾ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഷാർപ്പ് ലൈൻ കിട്ടും. എന്നിട്ട് ഈ സെൻറ്ററിലെ ലൈൻ നോക്കി നമ്മൾ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിലെ പേപ്പർ എടുത്ത് നമ്മളിങ്ങനെ ഒരു ഹൗസിൻ്റെ ഷേപ്പ് ആക്കുക. ഹൗസിൻ്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് പേപ്പറിൻ്റെ. എന്നിട്ട് നമ്മൾ ഈ ആർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ആർത്തിട്ട് ഇങ്ങനെ കയറ്റി നമ്മളിങ്ങനെ സെൻറ്ററിൽ ഞാൻ ആർത്തായിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഞാൻ വെക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ കൈ ആർത്ത് വയ്ക്കും. എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ മേളം വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് ലൈനായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ കുറച്ച് പാടാണ്. എല്ലാവർക്കും പറ്റും, പക്ഷെ ഇത് കുറച്ച് ഹാർഡാണ്. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നേരെ ആക്കിയിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡ് ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഏറ്റവും അടിയിൽ പോയി ഇങ്ങനെ ചെയ്യുക. അടിപ്പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പേപ്പർ ഇങ്ങനെ ആക്കും. നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെ അപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ ഇങ്ങനെ പോകാം. അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചെയ്തെടുത്ത് പോയാ ഇല്ല, പോയില്ല. നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ഹൗസിൻ്റെ ഷേപ്പാക്കി എടുത്ത് ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതാ അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കും. ഇങ്ങനെ അപ്പം നമുക്ക് കിട്ടും. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇനി നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ഇങ്ങനെ വയ്ക്കുക അടിയിലായിട്ട്. ഇങ്ങനെ നമ്മളൊരു സൈഡ് വയ്ക്കുക. എന്നിട്ട് അടുത്ത സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചെടുക്കുക. സെയിമായിട്ട് അടുത്ത സൈഡ് നമ്മളിതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ തിരിക്കണം. ഇതെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് സെയിം സൈസിൽ കറക്റ്റായി വെച്ചെടുക്കുക. കറക്റ്റായി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, ഇനി ഇങ്ങനെ കിട്ടും. നമുക്ക് ഇങ്ങനെ ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ വയ്ക്കണം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കുക. അടുത്ത സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾക്കൊരു ബോക്സായിട്ട് കിട്ടും. നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും. ഇങ്ങനെ സ്ട്രെച്ച് ആക്കി കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേപ്ലർ എടുത്ത് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്ന് വരും, വീണ്ടും ഇതുപോലെ തുറന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റേപ്ലർ ഇവിടെ ഒട്ടിക്കുക. അല്ലെങ്കിൽ ഒരു ടേപ്പ് ആയാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് വല്ല ബർത്ത്ഡേക്കും ഗിഫ്റ്റ് കൊടുക്കാനത് യൂസ് ചെയ്യാം. പിന്നെ ബോക്സ് വെച്ചില്ലേ, ഒരു സ്റ്റേപ്ലർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങനെ മടക്കാം. സെൻറ്റർ ലൈനായിട്ട് വെച്ചില്ല നമ്മൾ. ഇങ്ങനെ വെക്കുക.
ഇതിനകത്ത് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം, ജെറ്റ് പോലെ.